നമ്മളിപ്പം കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നത് പൊൻകുന്നത്തുനിന്നാണേ. ഇവിടെ ഒരു ബസ്സിന് കയറി വന്നു. അപ്പോൾ നമുക്ക് ഈ പള്ളിക്കത്തോട് ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ. നമ്മൾ ആ ഒരു റൂട്ടിൽ നിന്നായിരുന്നു പൊൻകുന്നത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇപ്പം കൂരാലി ഒക്കെയാണ് ആ പോകുന്ന റൂട്ട്. കൂരാലി, ചെങ്ങളം, പൈക, പൊൻകുന്നം എല്ലാം ആ ബസ് വരുന്നുണ്ടോ, ആ ഒരു റൂട്ടിലായിരുന്നേ. പള്ളിക്കത്തോട് സിറ്റി ഈ ഒരു വഴിക്കാണ്. ഇവിടെ നിന്ന് നല്ലൊരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാം. അപ്പം നമ്മൾ പള്ളിക്കത്തോട് ജംഗ്ഷനിലോട്ട് എത്തുന്നു കേട്ടോ. ഇവിടെ നിന്ന് വലത്തോട്ടുള്ള വഴിക്ക് പോയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇടത്തോട്ടുള്ള വഴിക്ക് നേരെ പോയാൽ കൊടുങ്ങൂരൊക്കെ പോകാവേ. കൊടുങ്ങൂര് പോകുന്ന വഴി നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഈ വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് പോകുന്ന വഴി കാണാം. പള്ളിക്കത്തോട് സിറ്റിയൊക്കെയാണിത്. നമുക്ക് ആ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ പോകണം, ഈ വഴിക്ക് പോകണം കേട്ടോ. ഇങ്ങനെ ഈ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ പോകാം കേട്ടോ. നാട്ടിൻപുറത്തെ കുറേ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ പള്ളിക്കത്തോടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ അവിടെ കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഈ പള്ളിക്കത്തോട് വന്നായിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വിളിക്കണമെന്ന്. അവരുടെ ഫോൺ നമ്പറിലാണ് ഞാനെങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ വിളിച്ചില്ല. ഇവിടെയൊക്കെ ഈ ഉച്ച സമയമായതുകൊണ്ടാണ് കവലകളിലൊന്നും അങ്ങനെ ആളില്ലാത്തത്. എല്ലാവരും വീടുകളിലൊക്കെ ആയിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങനെ ഇറങ്ങി വരുവേ. ഇവിടെ മനോഹരമായൊരു പച്ചക്കറിക്കടയൊക്കെ കാണാം. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ വഴിക്ക്. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന പോലത്തെ ഒരു കാഴ്ചപ്പാട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇടുങ്ങിയ തെരുവ്, ഇരു സൈഡിലും കെട്ടിടങ്ങളൊക്കെ ആയിട്ട് അങ്ങേ അറ്റത്തൊരു കുരിശുപള്ളിയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു കുരിശുപള്ളി കാണാം, അവിടെ ഒരു കുരിശുപള്ളി കാണാം. ഇവിടെ വന്നപ്പോൾ മുന്നോട്ടങ്ങ് നല്ല പുതിയ വഴിയൊക്കെയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഇപ്പം നല്ലൊരു മഴയും വരുന്നുണ്ടേ. ഈ സൈഡിൽ കൂടെ ഒരു പുഴയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഒരു വീതി കുറഞ്ഞ ചെറിയൊരു പുഴയാണേ. പിന്നെ ഈ വഴി സൈഡിലൊക്കെ കണ്ടോ ഓരോരോ വീടുകളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ പഴക്കമുള്ള വീടുകളൊക്കെ കാണാവേ. ആ പുഴ അങ്ങനെ ആ പാലത്തിനടിയിൽ കൂടെ ഒഴുകി പോകുന്ന നോക്കി. നമ്മൾ പള്ളിക്കത്തോട്ടിൽ നിന്ന് കോട്ടയം റൂട്ടിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ പോകുന്ന വഴിക്കുണ്ടോ പൈസയിൽ അപ്പുറമൊക്കെ വീടുകളുണ്ട്. ആ വീടുകളിലേക്കൊക്കെ കടക്കാനായിട്ട് ഈ ചെറിയ പുഴയ്ക്ക് കുറുകെ കൊച്ചു കൊച്ചു പാലങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ. അവിടെ കുറച്ച് വലിപ്പമുള്ളൊരു പാലമുണ്ട് കേട്ടോ. അത് ഇച്ചിരി വലിയൊരു വീട്ടിലോട്ട് കയറുന്നതാണോ ആ വഴിക്ക് പോയിട്ട് കുറേ വീടുകളുണ്ടോയെന്നറിയില്ല. നല്ല രസമുള്ള പറമ്പുകളൊക്കെ ആയിട്ട് പിന്നെ ചെറിയ പയറൊക്കെ ഇട്ട പന്തൽ, പിന്നെ അവിടെ വഴുതനയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ തോട്ടങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. ഇവിടെ നോക്കിയേ, ഇത് ഓരോ സ്ഥലത്തോട് ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കൂടി വരുവാണേ. ഈ ചെറിയ പുഴയും പിന്നെ അതോടുകൂടി റോഡും ഒക്കെ കൂടെ നല്ല ഒരു കിടിലൻ കാഴ്ച നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം അപ്പുറത്ത് നോക്കിയേ കപ്പ ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പാമ്പാടി, പറവയ്ക്കൽ, മണർകാട്, കോട്ടയം എല്ലാം ഈ റൂട്ടിലാണ് കേട്ടോ. മനോഹരമായൊരു കൊച്ചു വെയിറ്റിംഗ് ഷെഡ്. പറയാനാണെങ്കിൽ ഒത്തിരി കാഴ്ചകൾ. പുഴയ്ക്ക് അക്കരെ റബ്ബർ തോട്ടമാണ് കേട്ടോ. മനോഹരമായ റബ്ബർ തോട്ടം. എല്ലാം പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് വെട്ടുന്നുണ്ടാവില്ല. പുഴ ഒഴുകുന്നത് കണ്ടോ. വീണ്ടും ഒരു പാലം കൂടെ കണ്ടു കേട്ടോ. അതിച്ചിരി വലിയ പാലമാണ്. അക്കരയ്ക്കൊരു വഴിയൊക്കെ പോകുന്നുണ്ടല്ലേ. നമ്മൾ ആ വഴിയൊന്നും പോകുന്നില്ല, എങ്കിലും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ടല്ലോ. പാലം കിടന്ന് അങ്ങോട്ട് കയറുന്നിടത്തൊരു ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു വീട്ടിലേക്ക് മറ്റേ പോകുന്ന വീടല്ല, അവിടെ ഈ സിമെൻറ്റ് പ്രൊഡക്റ്റൊക്കെയാണ്. കട്ടല, ജനൽ, കട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇവിടെ നോക്കിയ ഒരു പാലം, ഒരു ഇരുമ്പ് പാലം കണ്ടോ. ഇതാദ്യം ഉണ്ടായിരുന്നതായിരുന്നേ. ഇപ്പോൾ അതങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കടക്കാതിരിക്കാൻ. ഇവിടെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഫ്രെയിമാണ്. ഇവിടെയൊക്കെ വെള്ളം വന്ന് ചാടി പോകുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ പുഴയ്ക്ക് വീതി കൂടുന്നുണ്ട് കുറച്ചും കൂടെ. ഇടയ്ക്ക് നിന്ന് 1-2 ചെറിയ കൈത്തോടുകളൊക്കെ കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മുകളിൽ നിന്ന് ആ പുഴ ഒഴുകി വരുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ മഴ പെയ്തായിരുന്നു തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ പള്ളിക്കത്തോട് നിങ്ങൾ നടന്നു കേട്ടോ.
ഇപ്പോൾ കാക്കത്തോടെന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുവാണേ. അവിടെയും ഒരു പാലമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇതാ കപ്പയൊക്കെ വിൽക്കാൻ പറ്റൊക്കെ നോക്കി, നല്ല പച്ചക്കപ്പയൊക്കെ. അപ്പോൾ നമ്മൾ കാക്കത്തോടിലെ പാലം എത്തി കേട്ടോ. കാക്കത്തോട് വന്നപ്പോൾ പുഴയ്ക്ക് ഇച്ചിരി വീതി കൂടി കേട്ടോ. കണ്ടോ, അവിടുന്ന് വേറൊരു പുഴയും കൂടെ ഇതിൻ്റെ കൂടെ കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ടേ, അതുകൊണ്ടോ. അവിടെ കുറേ ഈ സാനിറ്ററി പ്ലംബിങ് ഐറ്റംസ് വിൽക്കുന്നൊരു കടയാണ്. ആ കടയിലോട്ട് കയറാൻ വേണ്ടിയുള്ളൊരു തൂക്കുപാലമാണത്. കണ്ടോ, ഇങ്ങനത്തെ ഈ തൂക്കുപാലങ്ങൾ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. ഇപ്പം നമ്മൾ എത്ര പാലം കടന്നല്ലേ. ദേ ഇവിടെ വീണ്ടും ഒരു പാലം, അങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ടേ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ചെറിയ ജംഗ്ഷൻ ഒരു കടയൊക്കെ ഉണ്ട്. ഈ വഴി എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ ഇത്ര വിശദമായിട്ട് ഈ വഴിയെ നടന്ന് വീഡിയോ എടുക്കുവാണ്. ഇപ്പോൾ ഒരു ബസ് പോകുന്നുണ്ടേ. കോട്ടയം പോകുന്ന വണ്ടിയാണ്, പള്ളിക്കത്തോടുന്ന്. ഈ റൂട്ടിൽ എപ്പോഴും ബസ്സുണ്ട് കേട്ടോ. പിന്നെ മനോഹരമായൊരു കാഴ്ച ഉണ്ടോ, ആ സൈഡിൽ റബ്ബർ മരങ്ങൾ, ചെറിയ റബ്ബർ മരങ്ങളാണ്. പക്ഷെ അത് വഴിയിലോട്ടൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. ഇന്ന് പാലങ്ങളുടെ കളിയാണ് കേട്ടോ. ഈ വഴി സൈഡിൽ കൂടെ എത്ര പാലം വന്നു നോക്കി. ഇതൊരെണ്ണം. ഈ ഒരു പാലം കണ്ട അങ്ങോട്ട് വരുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കാണ്, റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഒരു വാട്ടർ ടാങ്കൊക്കെ കാണാം. അതോടുകൂടി ഇവിടെ ഒരു ചെറിയ തടയണ പോലെ ഇങ്ങനെ കെട്ടിയിട്ട് വെള്ളം ചാടി പോകുന്നുണ്ട്. നമ്മൾ പള്ളിക്കത്തോട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനെൻ്റെ മുഖാദ്യം കൊടുക്കാതെ പ്രകൃതിയുടെ ഈ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണിച്ചേക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇട്ടേ. എന്തായാലും ഇനി കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് മനോഹരമായ മറ്റൊരു കാഴ്ചയൊക്കെ കാണാവേ. ഇവിടെ വന്നപ്പോൾ ഒരു ഇരുളിമ പോലെയൊക്കെ ആയേ, മരങ്ങളെല്ലാം കൂടെ കയറിയിട്ടേ. ആ താഴെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ ഒരു ലോറിയൊക്കെ കയറ്റിയിട്ടേക്ക് നോക്കി, ഒരു വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു. റോഡ് ഏതായാലും ഒന്നും പറയാമല്ലോ കേട്ടോ, നല്ല കിടിലൻ റോഡാണേ. ഇതാ വീണ്ടും ഒരു പാലം, അർപ്പണ പ്രദേശം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകുന്നൊരു വഴിയാണ്. ചേച്ചിമാർ തന്നെയാണല്ലോ എല്ലാം. അക്കരെ നോക്കിയേ, നല്ല ഭംഗിയുള്ള റബ്ബർ തോട്ടവും തെങ്ങും എല്ലാം ഉണ്ടേ. ഈ വീടൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഈ വഴി സൈഡിൽ ഇവിടെ ഒരു ചെടിയെ ഇങ്ങനെ പൂത്ത് വയ്ക്കുന്നുണ്ട്, നല്ല രസമുണ്ടല്ലോ കാണാൻ. അടുത്ത് നോക്കാവേ. വീടിൻ്റെ മുറ്റത്തൊക്കെ സാധാരണ കാണുന്ന ഒരു ചെടിയായിരുന്നു, ഇത് വഴി സൈഡിലായി പോയിന്നേ ഉള്ളൂ. ഇവിടുന്ന് ഒരു പുഴ, പിന്നെ ഇതിവിടെ വന്നപ്പോൾ ചെറുതായോ അതോ ഇതും കൂടെ വേറെ പോയി അവിടെ കൂടുന്നതാണോ? മഴ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇപ്പോൾ പെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുവാണേ. പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ കുടിലുകളായിട്ട് കാണുന്നുണ്ട്. ഇതും വീട് തന്നെയായിരിക്കും അല്ലേ. ഇത് കുറച്ച് നേരമായിട്ട് നമ്മൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് 1.5 കിലോമീറ്റർ എന്നാണ് ആ കവലേന്ന് എന്നോട് പറഞ്ഞേ. വേണേ ചക്ക വേരയിലും കായ്ക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതാണ് ഈ കാണുന്ന ഒരു കാഴ്ച. പക്ഷേ ഇത് ആർക്കും വേണ്ട ഇവിടെയെങ്ങും. ഇവിടെ എല്ലാവേ അതിമനോഹരമായ റബ്ബർ തോട്ടമാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ആർച്ച് പോലത്തെ ഒരു സംഭവം കാണാമല്ലോ. പാലവും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ബോർഡും ഉണ്ട്. ഇത് ആർച്ചല്ല കേട്ടോ, ഇത് വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടെ നിന്നൊരു വഴി അങ്ങാ പോകുന്നുണ്ടേ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പള്ളിക്കത്തോട്ടിൽ നിന്നും എല്ലാം കൂടെ കൂടി വരുന്ന ആ പുഴ ഉണ്ടോ, ഇവിടുന്ന് താഴോട്ട് അത് ഇച്ചിരി വീതിയായിട്ടൊക്കെ ഒഴുകുന്ന കാണാവേ. നമ്മൾ പോണ സ്ഥലമൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അരുവിക്കുഴി, പാമ്പാടി, ഉറവയ്ക്കൽ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ആശാ മീനിനെ നോക്കിയിരിക്കുക, എന്നെ കണ്ട് ഓടുമോയെന്ന് അറിയത്തില്ല. ഇതേ ഇരിക്കുന്നുണ്ടോ ഒരു നീർക്കാക്ക. പോയി മോളിൽ നിന്ന് ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ. കിടിലൻ വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. ഈ പുഴയ്ക്ക് വീണ്ടും വീതി കൂടിക്കൊണ്ടിരിക്കുവാണേ. കാടിൻ്റെ ഉള്ളിൽ കൂടെ അത് പോകുന്നുണ്ടോ.
ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ കുത്തുകളുണ്ട് കേട്ടോ. താഴോട്ട് ചെല്ലുമ്പോൾ ആ കുത്തുകൾ കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കുറച്ച് മരമുണ്ടേ. ആ മരത്തിൽ നിന്ന് കുറച്ച് വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ. അതിൻ്റെ കീഴായിട്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ചാട്ടവും കാണാം. ഇവിടെ ചെറിയ സാമാന്യം കുഴപ്പമില്ലാത്തൊരു കുത്താണ് കേട്ടോ. ഇവിടെ നല്ലൊരു വളവാണേ. ഈ ഒരു വളവ് കയറി വേണം നമ്മൾ പോകാൻ. ഓ, കുറേ നേരമായിട്ട് നമ്മൾ നടക്കാം. വഴിക്ക് എവിടെയാലും വല്ല കടയും കാണാൻ ഒരു കട്ടണൊക്കെ അടിക്കായിരുന്നു. ഒക്കെ വാഴ നിൽക്കുന്നുണ്ടോ. പറമ്പിൻ്റെ സൈഡിൽ വെളിയിലായിട്ടാണ് വാഴ കൃഷി. അതെല്ലാം റംബുട്ടാനാണ് കേട്ടോ. ആയി വരണം ഇനിയിപ്പം. കായ്ക്കാൻ തുടങ്ങിയുള്ളേ. അപ്പോൾ നമ്മൾ അരുവിക്കുഴി എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിലോട്ട് എത്തിയേ. അതൊരു സ്കൂളാണോ? സ്കൂളാണെന്ന് തോന്നുന്നു അല്ലേ, കെട്ടിടം കണ്ടിട്ട്. അറിയാവുന്നവർ പറയണം, അല്ല അതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓടെന്തെങ്കിലും കാണാമായിരിക്കും. അരുവിക്കുഴിയിലേക്ക് പുഴ ഒഴുകി പോകുന്നുണ്ടോ. സെൻറ്റ് ജോസഫ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു പള്ളിയൊക്കെ ഉണ്ടേ. നമുക്ക് അങ്ങോട്ടൊന്നും കയറാനുള്ള ഒരു ടൈമില്ല. അപ്പുറത്തേലും പള്ളിയുടെ ഫ്രണ്ട് വശം കാണാൻ പറ്റുമോ നോക്കാം. അവിടെ വലിപ്പമുള്ളൊരു കെട്ടിടമൊക്കെ കാണാം, കുറേ ഷട്ടറുകളൊക്കെ ആയിട്ടേ. പിന്നെയും ഈ പുഴയുടെ കാഴ്ചകൾ എന്നെ പ്രാന്ത് പിടിപ്പിക്കുന്നു. ആ പുഴയുടെ ഓരത്ത് ആ മുകളിലൊക്കെ വീട് ഇരിക്കുന്നുണ്ട്. ഓ, ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ട് നോക്കി എന്നാൽ കിടു കാഴ്ചയുന്നുണ്ടോ. നമ്മൾ ഇതുവരെ ഇതുപോലെ പുഴയുടെ തീരത്തോടെ തന്നെ ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമല്ലേ താഴോട്ടൊക്കെ പുഴയുടെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇച്ചിരി കൂടെ അപ്പുറത്ത് പോയാൽ നമുക്ക് അരുവിക്കുഴിയിലേക്ക് പോവാവേ. അപ്പോൾ നമ്മൾ അരുവിക്കുഴി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ കാണാം. ഇവിടെ നിന്ന് നോക്കിയേ, ആ പുഴ ഒഴുകി വരുന്നുണ്ടോ. ഈ കാണുന്ന പാലത്തിനടിയിൽ കൂടെയാണ് അരുവിക്കുഴി വ്യൂ പോയിന്റിലേക്ക്, വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ലൂർദ്മാതാ പള്ളി അരുവിക്കുഴി. അരുവിക്കുഴിയിലെ പള്ളിയുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇതാ അവിടെ നിന്നൊരു ബസ് വരുന്നു നോക്കി. അതിപ്പോൾ പോകുന്ന പള്ളിക്കത്തോട് മണർകാട് പള്ളി ആ വഴിക്കൊക്കെ വരുന്ന ബസ്സാണ്. കോട്ടയം റൂട്ട് അങ്ങോട്ട്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഈ അരുവിക്കുഴി ഈ ഭാഗത്തേക്കാണ് കേട്ടോ. അരുവിക്കുഴിയിലേക്ക് ഒഴുകി വരുന്ന പുഴ കണ്ടോ. നമ്മൾ പള്ളിക്കത്തോട് മുതൽ ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഇനി നമുക്ക് താഴോട്ടൊന്ന് നോക്കാം, വെള്ളമുണ്ടോ എന്ന്. വെള്ളമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ടേ. താഴെയൊക്കെ ആൾക്കാരുണ്ടേ, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ. നമുക്ക് ആദ്യം തന്നെ അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ കയറി ഒരു കാലിയൊക്കെ അടിച്ചിട്ട് മെല്ലെ താഴോട്ടിറങ്ങി പോകാം കേട്ടോ. ഇവിടെ ഒരു സെൻ്ററുണ്ട്. ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം താഴോട്ടിറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നത്. അരുവിക്കുഴി വാട്ടർഫാൾ. ഇതിലെ താഴോട്ടാണ് പോകണം കേട്ടോ. ഇതിലെ മുന്നോട്ടൊരു വഴി പോകുന്നുണ്ട്. ഐസ്ക്രീം വണ്ടിയുണ്ട്, പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവൻ ആ വണ്ടിയെ കയറി അതുകൊണ്ട് മോഷണം നടത്താൻ നോക്കുകയാണ്. എന്തുവാണ് എടുക്കുന്നത്, എന്തോ പരിപാടി. ആ വഴിക്കുന്നൊരു ബസ് അങ്ങനെ വന്നു പോകുന്നു. ഈ കടയിൽ ഇവിടെ അരുവിയിലിറങ്ങി കുളിക്കേണ്ടവർക്ക് തോർത്തും ബനിയനും ഇങ്ങനെ ട്രൗസറൊക്കെ ഇവർ വിൽക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കോഫി ഷോപ്പാണ്. അത്യാവശ്യം ചായ, കാപ്പി, ചെറുകടിയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്ന് എത്രയും ദൂരെ 1.5 കേട്ടോ. ഒരു 2 കിലോമീറ്ററെങ്കിലും നമ്മൾ പള്ളിക്കത്തോട്ട് ഇങ്ങോട്ട് നടക്കണമായിരുന്നല്ലോ. നടന്ന് ഇവിടെ വന്നപ്പോഴേക്കും ഒരു അങ്ങനെ മഴത്തെന്നല്ല, ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പോൾ കാലാവസ്ഥ മാറി ഭയങ്കര ചൂടല്ലേ, എങ്ങനെയായാലും ഇവിടെ ചൂടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയി ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങി പോവാം. 26 രൂപ എങ്ങാണ്ട് ഇവിടെ ടിക്കറ്റ് കേട്ടോ, GST എല്ലാം കൂടെ. വെള്ളം ഇവിടുന്ന് ഇങ്ങനെ ചാടുന്ന ഒരു കാഴ്ച ഇവിടെ നിൽക്കുമ്പോൾ കാണാമല്ലോ. നല്ല മനോഹരമായ പാതകളാണ് ഒരുക്കിയിട്ടിരിക്കുന്നത്. സൈഡിലൊക്കെ സൂക്ഷിച്ചിറങ്ങാൻ തെറ്റാതെയൊക്കെ. പിന്നെ സൈഡിൽ ബെഞ്ചുകളൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ. താഴോട്ട് പോയി നോക്കാം. കുറച്ച് ആൾക്കാരൊക്കെ വെള്ളത്തിൽ ചാടി കിടക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ഒരു മെയിനായിട്ടുള്ളൊരു അഡ്വഞ്ചറാണ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. വേനൽക്കാലത്തൊക്കെ ഇവിടെ വരുവാണെങ്കിലേ
താഴെ നല്ലൊരു ഹട്ടൊക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ. ആ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ അരുവി ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ചയുണ്ട്. ഒരുവിധം വെള്ളമുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് താഴോട്ടൊന്ന് നോക്കാവേ. താഴെയൊക്കെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പത്ത് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ. ഇതാരാ? ഭയങ്കര കുറയാണ്. പിന്നെ 2-3 ഹട്ടുകളുണ്ട് കേട്ടോ. പക്ഷേ എല്ലായിടത്തും ഒന്നും കയറില്ല. ഒരിടത്ത് പട്ടിയെടുത്ത് ആൾക്കാർ കയറിയിരിക്കുന്നു. അങ്ങനെയൊക്കെ കുറേ തടസ്സങ്ങൾ. ഈ ഒരു ലൊക്കേഷനിൽ നോക്കാം കേട്ടോ. ആ മരച്ചില്ലുകളുടെ ഒക്കെ ഇടയിൽ കൂടെ ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് വെള്ളച്ചാട്ടം. പക്ഷേ അത്ര ഭയങ്കര വെള്ളമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ആ പാറയുടെ മുകളിൽ കൂടെ ഒക്കെ വന്നേനെ കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് കയറാം. ഇവിടെ ഒരു പാലമുണ്ട് അങ്ങോട്ടേ. ഇതും താഴോട്ടും കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പാലമൊക്കെ തെന്നിക്കിടക്കുവാണോ. അപ്പോൾ നമുക്ക് ഈ പാലം വഴി അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസാണേ. ഇല്ല, അപ്പുറത്തൂടെ പോയിട്ട് നമുക്ക് ആ പുഴയിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. ഈ കല്ലയിലൊക്കെ ഇറങ്ങിയിരുന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ കടന്നു വന്ന ആ പാലത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ. അതിൻ്റെ താഴെയൊക്കെ നല്ല അറ്റുവഞ്ചിയുണ്ട്, മുളയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ആ ഹട്ടുകളൊക്കെ ഈ മരച്ചില്ലുകളുടെ ഇടയിൽ കൂടെ കാണാൻ എന്നാ ഭംഗിയല്ലേ. പുഴ ഒഴുകി വരുന്നൊരു കാഴ്ചയുണ്ട്. പുഴ ഒഴുകി വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ പുഴയിലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇപ്രാവശ്യം നമുക്ക് മനോഹരമായ ഒത്തിരി കാഴ്ചകൾ കൂടെ കിട്ടിയേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും വെള്ളമൊന്നുമില്ലായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമായിരുന്നു നല്ലതായിരുന്നേ. അരുവിക്കുഴിയിലെ കാഴ്ചകൾ. മോളിൽ നമുക്ക് ആ പള്ളിയുടെ കുരിശൊക്കെ കാണാം കേട്ടോ. വൈഡാങ്കളിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഒരു ഫലകമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോവാവേ. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട ആശാന് ഇപ്പോൾ അവിടെ കാണുന്നില്ലോ. ഇതാണ് ഏറ്റവും ഭംഗിയുള്ളൊരു ഹട്ട്. അപ്പോൾ നമ്മൾ അരുവിക്കുഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല റോട്ടിൽ കയറി കേട്ടോ. ഇത് നമുക്ക് അപ്പുറത്തെ റോഡിലേക്ക് പോകണം. ഈ വഴിക്കോട്ട് വരാനൊക്കെ ആയിട്ട് കോട്ടയത്ത് നിന്ന് വരുന്ന ബസ്സിൽ മറുനാട് ആ വഴിക്ക് വരുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാവുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. അല്ലെങ്കിൽ പള്ളിക്കത്തോട് വന്നിട്ട് മുന്നൂന്ന് മറന്ന് വരുവാണെങ്കിൽ പള്ളിക്കത്തോട് വന്നിട്ട് 2 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് കേട്ടോ. ഞാൻ ഈ 2 കിലോമീറ്റർ നടന്നു പോരും ചെയ്തേ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ ഇത് DTPCയുടെ ആണ്, കോട്ടയം DTPCയുടെ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.